മത്തിയാസ് ഇങ്ങനെ കൈകാലിട്ടടിക്കാൻ തുടങ്ങി. എന്നിട്ടും സ്നാപക യോഹന്നാൻ തൻ്റെ പിടിവിട്ടില്ല. ഒരു ധ്യാനം കൂടി കഴിയുമ്പോൾ, ഒരു കൺവെൻഷൻ കൂടി കഴിയുമ്പോൾ നമുക്കൊക്കെ ഭയങ്കര സന്തോഷമാണ്. വലിയ കൃപയാ, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, യേശുവേ നന്ദി, വലിയ കൃപയില. പക്ഷെ ദിവസങ്ങൾ കഴിയുമ്പോൾ നമ്മളിൽ ആ കൃപകൾ കുറയാൻ തുടങ്ങാറുണ്ട്. മരണവെപ്രാളത്തോടെ നീ കൈകാലിട്ടടിച്ചില്ലേ, ഇതേപോലെ നീ ദൈവത്തിന് വേണ്ടി ദാഹിക്കണം. സങ്കീർത്തനം 42:1 മുതൽ 2 വരെയുള്ള വചനങ്ങളാണ്. നീർച്ചാൽ തേടുന്ന മാൻപേടയെ പോലെ എൻ്റെ ദൈവമേ ഞാൻ അങ്ങേയ്ക്കായി ദാഹിക്കുന്നു എന്ന വചനം. യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ വചനം, ബൈബിളിലെ കഥകളെല്ലാം ദൈവത്തിന് വേണ്ടി ദാഹിക്കുന്ന ദൈവപുരുഷന്മാരുടെ കഥകളാണ്. അവരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നതും അവരസ്ഥികളുടെ മേൽ ഊതുമ്പോൾ അസ്ഥികൾ കിരികിരികാ സ്വരത്തോടുകൂടി മാംസം ധരിച്ച് ജീവൻ വെക്കുന്ന കഥകളെല്ലാം നാം ബൈബിളിൽ വായിക്കുന്നതാണ്. അത്തരത്തിലുള്ള ഒരു കഥയാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ഈ കഥയിലെ കേന്ദ്ര കഥാപാത്രത്തിൻ്റെ പേര് മത്തിയാസ് എന്നാണ്. മത്തിയാസ് വളരെ നല്ല ഒരു യഹൂദനാണ്. പള്ളിയിൽ പോകും, പ്രാർത്ഥിക്കും, നന്മകൾ ചെയ്യും, ദൈവത്തിൻ്റെ കൽപ്പനകളെല്ലാം നന്നായിട്ട് പാലിക്കുന്ന ഒരു മോനാണ് മത്തിയാസ്. പക്ഷെ എന്നിട്ടും മത്തിയാസ് ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി, എനിക്കെല്ലാം ഉണ്ട്, അത്യാവശ്യം സമ്പത്തുണ്ട്, വീടുണ്ട്, സൗകര്യങ്ങളുണ്ട്, പക്ഷെ എന്നിട്ടും എൻ്റെ മനസ്സ് ഭയങ്കര ശൂന്യമാണ്, എൻ്റെ മനസ്സ് വളരെ അസ്വസ്ഥമാണ്. ബൈബിളില് സഖ്യവൂസിൻ്റെ കഥ നമുക്കറിയാം. സഖ്യവൂസിന് പണമുണ്ട്, സൗകര്യമുണ്ട്, നല്ല ജോലിയുണ്ട്, അധികാരമുണ്ട്, എന്നിട്ടും അദ്ദേഹത്തിൻ്റെ മനസ്സ് അസ്വസ്ഥമാണ്. വിശുദ്ധ അഗസ്തീനോസ് നമ്മൾ ഇപ്രകാരം പഠിപ്പിച്ചിട്ടുണ്ട്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എൻ്റെ മനസ്സ് ഭയങ്കര അസ്വസ്ഥമാണ്. അങ്ങിൽ അഭയം പ്രാപിക്കുന്നത് വരെ, എൻ്റെ ഈശോയെ അങ്ങിൽ അഭയം പ്രാപിക്കുന്നത് വരെ എൻ്റെ മനസ്സ് അസ്വസ്ഥമായിരിക്കും. ആ മത്തിയാസിൻ്റെ കഥയാണ് അച്ഛൻ പറഞ്ഞു വരുന്നത്. മത്തിയാസിൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ അസ്വസ്ഥതയാണ്, എന്തിനോ വേണ്ടിയുള്ള ദാഹം. ഈ സമയത്താണ് ആരോ പറഞ്ഞു, ഇതാ ജോർദാൻ നദിക്കരയിൽ ഒരു പ്രവാചകൻ വചനം പ്രഘോഷിക്കുന്നുണ്ട്, അനേകം പേരെ ആശ്വസിപ്പിക്കുന്നു, പാപമോചനം നൽകുന്നു, വെള്ളം കൊണ്ടുള്ള സ്നാനം കൊടുക്കുന്നു. മത്തിയാസ് ഇത് കേട്ട് നേരെ ജോർദാൻ നദിക്കരയിലേക്ക് ചെല്ലുകയാണ്. അവിടെ വലിയ ഒരു ജനക്കൂട്ടമാണ്. നമ്മുടെ ബൈബിൾ കൺവെൻഷനൊക്കെ നടക്കുന്നത് പോലെയാണ്. ഇതോ വലിയ വചനപ്രഘോഷകൻ പ്രസംഗിക്കുന്നു, വലിയ രോഗശാന്തികൾ, വിടുതലുകൾ നടക്കുന്നെന്ന് അറിയുമ്പോൾ നമ്മൾ ആയിരങ്ങൾ കൺവെൻഷനൊക്കെ പോകാറുണ്ട്. ഇതേപോലെയാണ് ജോർദാൻ നദിക്കരയിൽ ആയിരങ്ങളൊക്കെ തടിച്ചു കൂടിയിട്ടുണ്ടാകും. അങ്ങനെ നിൽക്കുമ്പോഴാണ് അവിടെ സ്നാപക യോഹന്നാൻ വചനം പറയുന്നത് മത്തിയാസ് കേൾക്കുന്നത്. സ്നാപക യോഹന്നാന്റെ വചനപ്രഘോഷണം ശരിക്കും മത്തിയാസിന്റെ നെഞ്ചിൽ വന്ന് പതിക്കുക ചെയ്തത്. നീ അനുദപിക്കുവിൻ, പാപം നിറഞ്ഞ വഴികൾ ഉപേക്ഷിച്ച് നീ നല്ല മനുഷ്യനാകുവിൻ, നീ സ്നാനം സ്വീകരിക്കുവിൻ. ഇത് കേട്ട് കാലിൻ്റെ അടി മുതൽ തല വരെ മത്തിയാസിന് വിറയലുണ്ടായി. അത്രയ്ക്ക് അഭിഷേകമായിരുന്നു ആ വചനപ്രഘോഷണത്തിന്. അങ്ങനെ വചനപ്രഘോഷണം കഴിഞ്ഞ് സ്നാപക യോഹന്നാന്റെ അടുത്തുനിന്ന് സ്നാനം സ്വീകരിക്കാനായിട്ട് അവിടെ ക്യൂവിൽ നിൽക്കുക. സ്നാപക യോഹന്നാന്റെ അടുത്തേക്ക് ചെന്നത് വളരെ ഭയഭക്തി ബഹുമാനത്തോടുകൂടി എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞ, അല്ലേ, നമ്മളൊക്കെ ആശീർവാദം സ്വീകരിക്കാൻ ചെല്ലുമ്പോൾ എൻ്റെ ഈശോയേ എന്ന് പറഞ്ഞ് ചെല്ലൂലേ, അതുപോലെ എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞാണ് അങ്ങോട്ട് ചെല്ലുന്നത്. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, അവിടെ വെള്ളം കൊണ്ട് സ്നാപക യോഹന്നാനിൽ നിന്ന് മത്തിയാസ് സ്നാനം സ്വീകരിച്ചു. തുള്ളിച്ചാടിക്കൊണ്ടാണ് മത്തിയാസ് തൻ്റെ ഭവനത്തിലേക്ക് പോയത്. എന്തൊരഭിഷേകമാണ്, എന്തൊരാത്മാവിൻ്റെ നിറവാണ്. ഇതാ വലിയ സന്തോഷമാണ് മനസ്സിൽ, വലിയ സമാധാനം കിട്ടിയിരിക്കുന്നു. അങ്ങനെ വലിയ അഭിഷേകത്തോടെ മത്തിയാസ് വീട്ടിലേക്ക് പോയി.
കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾക്കൊക്കെ സംഭവിക്കുന്നത് പോലെ നമ്മളൊരു ധ്യാനം കൂടി കഴിയുമ്പോൾ, ഒരു കൺവെൻഷൻ കൂടി കഴിയുമ്പോൾ നമുക്കൊക്കെ ഭയങ്കര സന്തോഷമാണ്, വലിയ കൃപയാ. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, യേശുവേ നന്ദി, വലിയ കൃപയിലാണ്. പക്ഷെ ദിവസങ്ങൾ കഴിയുമ്പോൾ നമ്മളിൽ ആ കൃപകൾ കുറയാൻ തുടങ്ങാറുണ്ട്. പ്രാർത്ഥനയ്ക്ക് പഴയതുപോലെ ചൈതന്യം കിട്ടുന്നില്ല എന്ന് പറയാറുണ്ട്. പണ്ട് ദൈവത്തെ കണ്ട് പ്രാർത്ഥിച്ചവര് ഇപ്പം അങ്ങനെ കണ്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. മുഴുവൻ കുർബാനയിൽ പങ്കെടുക്കാൻ വേണ്ടി ഓടിയിട്ടുള്ള ആൾക്കാർ ഇപ്പം കുറച്ച് വൈകിയാൽ സാരമില്ല എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങി. അപ്പം മത്തിയാസിനും ഇത്തരത്തിൽ ഒരു അഭിഷേകക്കുറവ് വന്നു. ഇത് വീണ്ടും പഴയതുപോലെ മത്തിയാസിൻ്റെ ഉള്ളിൽ ശൂന്യത കൊണ്ടുവന്ന്, വീടുണ്ട്, സൗകര്യങ്ങളുണ്ട്, പക്ഷേ മനസ്സിൽ ശൂന്യത. വിവാഹം കഴിച്ചിട്ടുണ്ട്, മക്കളുണ്ട്, സൗകര്യങ്ങളുണ്ട്, എന്നിട്ടും മനസ്സിൽ ശൂന്യത. അപ്പം അതുകൊണ്ട് മത്തിയാസ് ഓർത്തു, ഒരിക്കൽ കൂടെ ആ ധ്യാനം കൂടാൻ പോയാലോ, ഒരിക്കൽ കൂടെ ആ ജോർദാൻ നദിക്കരയിലെ കൺവെൻഷന് പോയാലോ. അങ്ങനെ ഒരിക്കൽ കൂടെ ജോർദാൻ നദിയുടെ ആ കരയിലുള്ള കൺവെൻഷനിലേക്ക് പോവുകയാണ്. അവിടെ ഇങ്ങനെ സ്നാപയോഹന്നാനെ നോക്കി, സ്നാപയോഹന്നാനും മത്തിയാസിനെ നോക്കി. അപ്പൊ മത്തിയാസിന് കുറച്ച് നാണമൊക്കെ തോന്നി. എടാ, ഇന്നാളും ഞാൻ വന്നതാണല്ലോ, എന്നെ ഈ പ്രവാചകൻ കണ്ടുപിടിച്ചല്ലോ എന്നുള്ള ചിന്തയിലാണ്. അവസാനം ഇങ്ങനെ അല്പം നാണത്തോടു കൂടി വെള്ളം കൊണ്ടുള്ള സ്നാനം സ്വീകരിക്കുവാൻ സ്നാപയോഹന്നാന്റെ അടുത്ത് വന്നു. അപ്പൊ ഈ കഥയിൽ സ്നാപയോഹന്നാൻ മത്തിയാസിനോട് ചോദിക്കുകയാണ്, അല്ല മോനെ, നീ ഇന്നാളും വന്നതല്ലേ, ഇതേപോലെ സ്നാനം സ്വീകരിച്ച് നീ പോയതല്ലേ, പിന്നെ എന്ത് പറ്റി നിന്റെ മുഖത്ത്? നീ നല്ല സന്തോഷത്തോടെ തുള്ളിച്ചാടിപ്പോയവനാണ്. എന്താ ഇപ്പോൾ നിന്റെ മുഖത്തിന്റെ ചൈതന്യം കെട്ടുപോയത്? എവിടെയാണ് നിന്റെ അഭിഷേകം കെട്ടുപോയിരിക്കുന്നത്? ഇപ്പൊ പഴയതുപോലെ നിനക്ക് പ്രാർത്ഥിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാ? അപ്പൊ അത് മത്തിയാസ് പറഞ്ഞു, നേരാണ് പ്രവാചക, ഞാൻ നല്ല അഭിഷേകത്തോടെ കൂടിയാ പോയത്. പക്ഷെ എൻ്റെ ജീവിതത്തിന്റെ പല വിധത്തിലുള്ള പ്രാരാബ്ധങ്ങളിലും, അവിടെ തൊഴിൽ മേഖലകളിൽ ചെന്ന് പെട്ടപ്പോഴും മറ്റ് ബന്ധുമിത്രാദികളുടെ ഇടയിൽ ചെന്ന് പെട്ടപ്പോഴും പതുക്കെ എൻ്റെ അഭിഷേകത്തിന് കുറവ് വന്നു. അതുകൊണ്ട് ഒരിക്കൽ കൂടെ ഒരു അഭിഷേകത്തിന് വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. ഉടനെ സ്നാപയോഹന്നാൻ മത്തിയാസിനെ പിടിച്ച് വെള്ളത്തിൻ്റെ കുറച്ചുകൂടി ആഴമുള്ള ഭാഗത്തേക്ക് കൊണ്ടുപോയി തല അങ്ങോട്ട് ബലമായിട്ട് വെള്ളത്തിൽ അങ്ങോട്ട് മുക്കിപ്പിടിച്ചു. 1 സെക്കൻഡ് കഴിഞ്ഞ്, 2 സെക്കൻഡ് കഴിഞ്ഞ്, 1 മിനിറ്റ് കഴിഞ്ഞ്, 1.5 മിനിറ്റ് കഴിഞ്ഞ്, 2 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോഴ് മത്തിയാസിന് ശ്വാസം മുട്ടാൻ തുടങ്ങി. മത്തിയാസ് ഇങ്ങനെ കൈകാലിട്ടടിക്കാൻ തുടങ്ങി. എന്നിട്ടും സ്നാപയോഹന്നാൻ തൻ്റെ പിടിവിട്ടില്ല. പിന്നെ മരണവിപ്രാളത്തോടെ കിടന്ന് കൈയും കാലും ഇട്ട് അടിക്കാൻ തുടങ്ങി. ഇതാ ഇപ്പോൾ ചാകുമെന്ന നിലയിൽ വന്നപ്പോഴ് മത്തിയാസിനെ പിടിച്ച് വലിച്ച് കരയിലേക്ക് കൊണ്ടുവന്ന് സ്നാപയോഹന്നാൻ മത്തിയാസിനോട് പറഞ്ഞു, മോനെ, നീ ദൈവത്തെ അന്വേഷിക്കുകയാണെങ്കിൽ നീ ഇത്തരത്തിൽ അന്വേഷിക്കണം. മരണവെപ്രാളത്തോടെ നീ കൈകാലിട്ടടിച്ചില്ലേ, ഇതേപോലെ നീ ദൈവത്തിന് വേണ്ടി ദാഹിക്കണം. മരണവെപ്രാളത്തിന് വേണ്ടി നീ പിടഞ്ഞപ്പോൾ ശ്വാസം കിട്ടാൻ വേണ്ടി നീ എന്തുമാത്രം പിടഞ്ഞുവോ, അത്തരത്തില് നീ ദൈവത്തിന് വേണ്ടി ദാഹിക്കണം. അപ്പോഴാണ് ദൈവം നിന്റെ അടുത്തേക്ക് വരുന്നത്. ഇതാണ് മാൻപേട, ദാഹിച്ച് വലഞ്ഞ മാൻപേട ഒരു നീർച്ചാലിന് വേണ്ടി ദാഹിക്കുന്നത് പോലെ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ദൈവത്തിൻ്റെ അഭിഷേകത്തിന് വേണ്ടി, ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി നാം ദാഹിക്കണം. സക്കേവൂസ് അങ്ങനെ ദൈവത്തിന് വേണ്ടി ദാഹിച്ചു. കാരണം ശൂന്യതയാണ് മനസ്സിൽ. പണത്തിന് തരാൻ കഴിയാത്ത സന്തോഷം, സൗകര്യങ്ങൾക്ക് തരാൻ കഴിയാത്ത സന്തോഷം. ഈ സന്തോഷം യേശുക്രിസ്തുവിന് നൽകാൻ സാധിക്കുമെന്ന് ഉറപ്പായിട്ട് സക്കേവൂസ് വിശ്വസിച്ചു. അതുകൊണ്ടാണ് കുള്ളനായിരുന്നിട്ടും പൊക്കം കുറവുണ്ടായിരുന്നിട്ടും കർത്താവിനെ കാണാൻ സിക്കേമോർ മരത്തിൽ കയറി ഒരു ചുവട് കർത്താവിൻ്റെ അടുത്തേക്ക് വെച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിലുള്ള സന്തോഷം കണ്ടെത്താൻ, യഥാർത്ഥത്തിലുള്ള അഭിഷേകം കണ്ടെത്താൻ ഒരു ചുവട് കർത്താവിൻ്റെ അടുത്തേക്ക് വെക്കുമ്പോൾ 2 ചുവട് കർത്താവ് നിന്റെ അടുത്തേക്ക് വെക്കുന്ന
സംഭവമാണല്ലോ സക്കേവൂസിന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത്. സക്കേവൂസ് കർത്താവിനെ ഒന്ന് എത്തി നോക്കിയപ്പോൾ കർത്താവ് സക്കേവൂസിന്റെ അടുത്തേക്ക് വന്ന് പറഞ്ഞു, ഇന്ന് ഞാൻ നിന്റെ ഭവനത്തിലാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഭവനത്തിലേക്ക് ഈശോ കടന്നു വരണം. നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഈശോ കടന്നു വരണം. നമ്മുടെ സന്തോഷമില്ലാത്ത അവസ്ഥകളിലേക്ക്, നമ്മുടെ അസ്വസ്ഥമായ മനസ്സുകളിലേക്ക്, നമ്മുടെ കുള്ളത്തങ്ങളിലേക്ക്, നമ്മുടെ അപകർഷതാബോധങ്ങളിലേക്ക് കർത്താവ് ഈശോ കടന്നു വരുമ്പോഴാണ് നമ്മുടെ മനസ്സിൻ്റെ അസ്വസ്ഥത മാറുന്നത്. നമുക്ക് സന്തോഷത്തില്, സമാധാനത്തില്, ഐശ്വര്യത്തിൽ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. നമുക്കെല്ലാവർക്കും കർത്താവിനെ മഹത്വപ്പെടുത്താം. ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് അച്ഛനോടൊപ്പം ഒന്ന് ചേർന്ന് സ്തുതിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, മാൻപേട നീർച്ചാലിന് വേണ്ടി ദാഹിക്കുന്നത് പോലെ എന്റെ ദൈവമേ, എന്റെ കുടുംബം അങ്ങയ്ക്ക് വേണ്ടി ദാഹിക്കുന്നു, അങ്ങയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നു. കർത്താവേ, എന്റെ മുറിവുകളിലേക്ക്, എന്റെ ആന്തരിക മുറിവുകളിലേക്ക്, എന്റെ നൊമ്പരങ്ങളിലേക്ക്, എന്റെ അപകർഷത ബോധങ്ങളിലേക്ക് അവിടെ നിന്ന് എഴുന്നള്ളി വരണമേ കർത്താവേ. ഞാൻ മരണവിഭ്രാണത്തോടെ എന്റെ ദൈവത്തിന് വേണ്ടി, എന്റെ ദൈവത്തെ കണ്ടുമുട്ടാൻ ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എന്റെ ദൈവം എന്റെ കുടുംബത്തിലേക്ക് എഴുന്നള്ളി വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ. അത്ഭുതം പ്രവർത്തിക്കട്ടെ കർത്താവേ. അപ്പോൾ എന്റെ മനസ്സിന്റെ അന്ധകാരം വിട്ടുമാറും, എന്റെ ഹൃദയത്തിന്റെ അന്ധകാരം വിട്ടുമാറും, എന്റെ കുടുംബത്തിന്റെ മേലുള്ള അന്ധകാരം വിട്ടുമാറും, എന്റെ തൊഴിൽ മേഖലയിലെ അന്ധകാരം വിട്ടുമാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ മക്കളുടെ ജീവിതത്തിലെ അന്ധകാരം വിട്ടുമാറും, ഞങ്ങളുടെ അസ്വസ്ഥതകൾ വിട്ടുമാറും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്റെ ദൈവമേ, ഞങ്ങൾ നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം ഞങ്ങളുടെ നേരെ തുറക്കപ്പെടട്ടെ കർത്താവേ. ആ കഥയിലെ മത്യാസിന്റെ മേൽ സ്വർഗം തുറക്കപ്പെട്ടതുപോലെ, സക്കേവൂസിന്റെ ജീവിതത്തിന്റെ മേൽ സ്വർഗം തുറക്കപ്പെട്ടതുപോലെ എന്റെ കുടുംബത്തിന്റെ മേൽ സ്വർഗം തുറക്കപ്പെടട്ടെ. എന്റെ ജീവിത വഴികളിൽ സ്വർഗം തുറക്കപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ.